പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ. 2017 മുതൽ രാജ്യത്തിൻ്റെ തെരുവുകളിലും ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമരശബ്ദമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റിൻ്റെ പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ്. ഹിന്ദുത്വ ഭരണകൂടം ഈ രാജ്യത്ത് അധികാരത്തിലേറിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ അധികാരം ഹിന്ദുത്വ ഭരണകൂടം കൈയാളിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ, ദളിത് സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ, മറ്റ് പിന്നാക്ക സമൂഹങ്ങളെയും സമുദായങ്ങളെയുമെല്ലാം വംശഹത്യയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വകാലത്ത് ഈ നാടിൻ്റെ തെരുവുകളിൽ സമരശബ്ദവും പ്രതിരോധവുമായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. രണ്ടാം CAA വിജ്ഞാപനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ ഈ രാജ്യത്ത് അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും സംസ്ഥാനത്തു നിന്ന് ആദ്യം ജയിലറ വരിച്ച പോരാട്ടം ഫ്രട്ടേണിറ്റി മൂവ്മെന്റിൻ്റെതായി. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ അധികാരത്തെ, മുസ്ലിം സമൂഹത്തിന്റെ വിജ്ഞാനത്തെ, വിഭവങ്ങളെയെല്ലാം ഭരണകൂടം കൈയടക്കാൻ ശ്രമിച്ചപ്പോൾ ഈ നാട്ടിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് ഇടത് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വംശീയ സ്വഭാവത്തോടുകൂടി കേരളത്തിലെ പോലീസ് അവരുടെ നടപടികളും അവരുടെ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വംശീയ പോലീസിന്റെ നിയമവാഴ്ചക്കെതിരെ കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവുകളിലും അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയ കാലയളവായിരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കാലയളവ് എന്ന് പറയുന്നത്. വയനാട്ടിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട ഗോകുലിന് വേണ്ടിയും തിരുവനന്തപുരത്തെ നെടുമങ്ങാട്ടെ ബിന്ദുവിന് വേണ്ടിയും പോലീസ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വംശീയ മുൻവിധിക്കെതിരെയും സംസ്ഥാനത്ത് അതിശക്തമായ പ്രതിഷേധങ്ങൾ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉയർത്തിക്കൊണ്ടുവന്നു. കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം സംവരണത്തെ അട്ടിമറിക്കാനുള്ള ഭരണകൂട ശ്രമങ്ങളുണ്ടായപ്പോൾ സംവരണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ചെറുപ്പമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ചെറുപ്പം എന്ന് പറയുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ ഈ മൂവ്മെന്റിന്റെ പതാക പാറിപ്പറന്ന പ്രവർത്തന കാലയളവ് കൂടിയാണ്. ഹൈദരാബാദ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ JNUവിലെല്ലാം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഒറ്റയ്ക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത പ്രവർത്തന കാലയളവ്. കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും MG യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുമെല്ലാം അതിശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയൊരു പ്രവർത്തന കാലയളവ്. ഈ പ്രവർത്തന കാലയളവിന്റെ തുടർച്ചയിലാണ് കേരളത്തിലെ പൊതുസമൂഹത്തെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളമാകെ പകച്ചു നിന്ന പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ, വയനാട്ടിൽ കുത്തിയൊലിച്ചു വന്ന ഉരുൾ ദുരന്തമുണ്ടായപ്പോൾ അവിടെ കൂടിയെത്തി സേവനത്തിന്റെ തെളിവീരായി മാറിയ മൂവ്മെന്റിന്റെ കൂടി പേരാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. സമരത്തിന്റെ, സേവനത്തിന്റെ, പ്രതിരോധത്തിന്റെ, പ്രതിഷേധത്തിന്റെ അതിശക്തമായ കരുത്തുമായാണ് ഈ പ്രവർത്തന കാലയളവിൽ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൂലൈ 1 മുതൽ 25 വരെയുള്ള കാലയളവുകൾക്കിടയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നിങ്ങളെ അഭിമുഖീകരിക്കും. ഈ മൂവ്മെന്റിന് രാഷ്ട്രീയമായി കരുത്ത് പകരാൻ, ഈ മൂവ്മെന്റിന് സംഘടനാപരമായി മുന്നോട്ടു പോകാൻ, ഈ മൂവ്മെന്റ് ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക നീതിയുടെ രാഷ്ട്രീയത്തെ വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങളെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ മൂവ്മെന്റിന്റെ മുന്നോട്ടു പോക്കിനാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിന്റെ കാലയളവിൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ മൂവ്മെന്റിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഈ രാഷ്ട്രീയത്തെ വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകണമെന്ന് എല്ലാവരോടും സ്നേഹത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഊഷ്മളമായ അഭിവാദ്യം.